ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 49ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ലീഫ് വരച്ചെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ കോർണറിൽ നിന്നും ഇതുപോലെ നീഡിൽ കുത്തിയെടുത്ത് കുറച്ച് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, കുറച്ച് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്നും കുത്തുക. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ കുത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടോ, തൊട്ട് താഴെയല്ല, അതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ കുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും ഇതുപോലെ തൊട്ടടുത്തായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഞാൻ ലെഫ്റ്റ് സൈഡിൽ കുത്തി, പിന്നെ കൊടുക്കുന്നത് റൈറ്റ് സൈഡിൽ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടോ. അതുപോലെ റൈറ്റ് സൈഡിൽ എടുക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. നമ്മളിത് ചെയ്ത് വന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രീൻ ത്രെഡാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ലീഫിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും. അതെല്ലാം നമുക്കിപ്പോൾ വേറെ കളർ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു ബുക്കിൽ വരച്ച് കാണിക്കാം കേട്ടോ. അതിൻ്റെ ലാസ്റ്റിൽ അത് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഓരോ സ്റ്റിച്ചുകളും, അത് ഞാൻ കാണിക്കുന്ന ഓരോ സ്റ്റിച്ചിൻ്റെയും ഒരു പാറ്റേൺ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിച്ചിൻ്റെ ആ പാറ്റേൺ. പക്ഷേ എനിക്ക് അതായത് മോട്ടിഫ്, ആ ഒരു മോട്ടിഫ് എനിക്ക് തരാനായിട്ട് പറ്റില്ല. ഒന്നുമല്ല, ഞാൻ ഭയങ്കര ബിസിയാണ്, വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പം ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ വൈകിട്ട് എന്തായാലും ലേറ്റ് ആയിട്ടായിരിക്കും തിരിച്ചെത്തുക. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോട്ടിഫും കൂടെ ഞാൻ ചെയ്തു തരുമ്പം എനിക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും, അതുപോലെ ഓൺലൈനായിട്ട് ഞാൻ വേറെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്റ്റിച്ചുകൾ മാത്രം പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആപ്പുകളുണ്ടല്ലോ, പിൻട്രസ്റ്റും ഗൂഗിളൊക്കെ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനൊരു സ്റ്റിച്ച് തരുമ്പോൾ അതിൻ്റെ പാറ്റേൺ, ഇതെങ്ങനെയാണ് പാറ്റേൺ, എങ്ങനെയാണ് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഒട്ടും പറ്റാത്ത കാരണമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് തരും, പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല, ഒട്ടും ടൈമില്ല. ഇനിയിപ്പോൾ ഞാൻ അതും കൂടി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മോട്ടിഫ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, കുറച്ചും കൂടി ടൈം നമുക്ക് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാനും ഒരുപാട് ലാഗായിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആദ്യം എടുത്ത ത്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെൻറ്ററിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് വേറെ ത്രെഡ് ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എവിടെയാണോ കഴിയുന്നത് അവിടെ കുത്തിയിറക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ത്രെഡ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബുക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാണാം. അതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരുന്ന സ്റ്റിച്ചൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യേ. സെയിം പോയിന്റിലേക്കാണ് കുത്തിയിറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു അല്ലേ. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഓരോ സ്റ്റിച്ചിൻ്റെയും തൊട്ട് താഴെയായിട്ടാണ്. കണ്ടോ, അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ രാത്രി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ചൊരു ക്ലിയർ കുറവ് കേട്ടോ ഇത്.
കണ്ടോ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ കൊടുക്കുക. നമ്മൾ പേന കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്, അങ്ങനെയല്ല, വളരെ അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് വരുന്ന 2 സ്റ്റിച്ചും സെയിം സെൻറ്ററിൽ പോയിൻറ്റിലേക്ക്